അല്ല ഇതിപ്പം ഇനിയിപ്പോൾ നിരാഹാര സമരമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ അവർ പരിഗണിച്ചു. അതായത് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ വരാതിരിക്കുക എന്നുള്ളൊരു ആവശ്യം. പിന്നെ ഇപ്പം സർവീസിൽ കയറിയ അധ്യാപകർ പുറത്ത് പോകുന്നുണ്ട്. അങ്ങനെ പുറത്ത് പോവാതെ ഇരിക്കാൻ ഒരു സിസ്റ്റം നമ്മുടെ ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. അതിന് വേണ്ട എന്താണോ ഉപാധി സൃഷ്ടിക്കേണ്ടത് അത് സൃഷ്ടിക്കണം. കാരണം എയ്ഡഡിനെ സംരക്ഷിക്കാനുള്ള, എയ്ഡഡ് മേഖലയിലെ അധ്യാപകരെ സംരക്ഷിക്കാൻ KER വ്യവസ്ഥയുണ്ട്. അല്ലാതെ 1:1 എന്നുള്ള ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. നിലവിലും 9 അധ്യാപകർ ആലപ്പുഴ ജില്ലയിലെ LP നിന്ന് പുറത്തായ അധ്യാപകർ ഇപ്പോഴും പുറത്തുണ്ട്. ജോലിയില്ല, ശമ്പളമില്ല. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ ഒരു അധ്യാപകൻ വന്നിരുന്നു. അദ്ദേഹത്തിനും ഇതേ അവസ്ഥയാണ്. അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ കേരളത്തിൽ നടക്കരുത്. സർവീസിൽ കയറിയ ഒരാളുടെ ജോലിക്ക് പോലും സെക്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടാണ്. അപ്പോൾ അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അതവർ അഗ്രി ചെയ്തിട്ടുണ്ട്.